പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം 50. എൻ്റെ മുഖത്തേക്ക് നോക്ക് നീ. അപ്പോഴേക്കും കണ്ണൻ്റെ ഗൗരവമേറിയ ശബ്ദം അവിടെ ഉയർന്നു. അവൾ നോക്കിയില്ല, അങ്ങനെ തന്നെ തല കുനിച്ചിരുന്നു. ശ്രീ, അവൻ ആർദ്രമായി വിളിച്ചു. അവൾ അവനെ ഒന്ന് നോക്കി. അവളുടെ കലങ്ങിയ കണ്ണുകൾ. അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ഈ മിഴികൾ, അതിനി ഒരിക്കലും നിറയാതിരിക്കാനല്ലേ താൻ ഈ കഷ്ടപ്പെടുന്നതെല്ലാം. എന്നിട്ടും തന്നെക്കൊണ്ടതിന് പറ്റുന്നില്ലേ എന്നൊരു തോന്നൽ. സോറി, അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണിൽ നിറഞ്ഞു നിന്ന കണ്ണുനീർ ഒഴുകിയിറങ്ങി. അവന് പാവം തോന്നി. അറിയാം, അവളുടെ ലോകം തന്നെ താനാണ്. തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആദ്യമാണ് ഈ കണ്ണുനീരിന് കാരണം. എങ്കിലും അത് തനിക്ക് കാണാനാവുന്നില്ല. തനിക്ക് വേണ്ടിയാണെങ്കിൽ പോലും അവളുടെ നിറഞ്ഞു നിൽക്കുന്ന മിഴികൾ കണ്ണന് ഒരു നോവാണ്. എന്താടാ? സത്യം പറയ കണ്ണേട്ടാ, എവിടെ പോയതാണെന്ന്. അവളുടെ ഏങ്ങലോടെയുള്ള ചോദ്യം. അതിൽ നിന്ന് തന്നെ താൻ ഇന്ന് ക്ലയൻറ്റിനെ കാണാൻ പോയി എന്ന് പറഞ്ഞ കാര്യം അവൾ വിശ്വസിച്ചിട്ടില്ല എന്ന് കണ്ണന് മനസ്സിലായി. അമ്മയോട് പറഞ്ഞതുപോലെയുള്ള കള്ളം എന്നോട് പറയണ്ട. കണ്ണേട്ടൻ അമ്മയോട് പറഞ്ഞത് കള്ളമാണെന്ന് മറ്റാരെക്കാളും എനിക്ക് മനസ്സിലായ കാര്യമാണ്. എന്നോടും അതേ നുണ തന്നെ പറയാമെന്ന് കരുതണ്ട. അവളുടെ അടുത്ത അമ്പ്. കണ്ണന് ആകെ തല പെരുത്തു. പാർവതി, ഞാൻ തന്നോട് എല്ലാം പറയാം. നാളെ തന്നെ പറയാം. അതുവരെ ഒന്ന് ക്ഷമിക്ക്. അതിനുശേഷം എല്ലാം പറയാം ഞാൻ. കണ്ണൻ ഒന്ന് നെറ്റി തടവി. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. അവൻ്റെ മുഖം പിടിച്ചു താഴ്ത്തി നെറ്റിയിൽ അമർത്തി ഒന്ന് ചുംബിച്ചു. അവൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. ആദ്യമായിട്ടാണ് ഇത്രയും ഫീലായിട്ട് അവളിൽ നിന്ന് അവനൊരു ചുംബനം ലഭിക്കുന്നത്. എപ്പോഴും അവൻ ചോദിച്ചു വാങ്ങും, അല്ലെങ്കിൽ അവനായിട്ട് അങ്ങോട്ട് കൊടുക്കും. പക്ഷേ ഇപ്പോൾ അവളായിട്ട് അവന് ചുംബനം കൊടുത്തിരിക്കുന്നു. അവന് ഉള്ളിൽ ഒരു മഞ്ഞുകട്ട വന്ന് വീഴുന്നത് പോലെ ഒരു സുഖം തോന്നി. അവൾ അവനെ ഒന്ന് മുഖം താഴ്ത്തി നോക്കി. അവനും അതേ നിമിഷം തന്നെ അവളെ തന്നെ നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ ഇടഞ്ഞു നിന്നു. മൗനം നിറഞ്ഞു നിന്നു. പക്ഷേ രണ്ടുപേർക്കും എന്തൊക്കെയോ പറയാനുള്ള വെമ്പലുണ്ടായിരുന്നു. അവൻ്റെ നോട്ടം എപ്പോഴോ അവളുടെ മിഴികളിൽ നിന്ന് തെന്നി നീങ്ങി. മുഖം ആകെ അവ പാഞ്ഞു നടന്നു. ഒടുവിൽ ലക്ഷ്യം കണ്ടെത്തിയതുപോലെ അവ അവളുടെ അധരങ്ങളിൽ വന്നു നിന്നു. അവൻ്റെ നോട്ടം അവളുടെ അധരങ്ങളിൽ അങ്ങനെ തങ്ങി നിന്നു. അവളുടെ ഹൃദയം ഒന്ന് വേഗത്തിൽ തുടിച്ചുപോയി. അവൻ്റെ അടുത്ത നീക്കം എന്താണെന്നറിയാം. അതുകൊണ്ട് തന്നെ അവളുടെ ഹൃദയമാകെ ഒന്ന് പിടഞ്ഞു. അവളുടെ കണ്ണുകൾ ഒന്ന് പിടച്ചു. അടുത്ത നിമിഷം അവൾക്കൊന്ന് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു. അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ ഞെരിഞ്ഞമർന്നു. ഒരുപാട് സമയം നീണ്ടു നിന്നൊരു ചുംബനം. ഇടയ്ക്ക് അവൻ അവൾക്ക് ശ്വാസമെടുക്കാനുള്ള സമയം നൽകി. എന്നാൽ അതിലും വേഗത്തിൽ അവൻ്റെ ചുണ്ടുകൾ വീണ്ടും വീണ്ടും അവളുടെ ചുണ്ടുകളെ പുണർന്നു. ഇതുവരെ ഉണ്ടാവാത്ത ഒരുതരം ആവേശമായിരുന്നു കണ്ണനിൽ അവൾ കണ്ടത്. ചുംബനം അവസാനിക്കുമ്പോൾ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു. കണ്ണൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നങ്ങനെയിരുന്നു. മുഖത്തുനിന്ന് ചോര തൊട്ടെടുക്കാൻ പാകത്തിന് കണ്ണൻ്റെ മുഖം ചുവന്നിരുന്നു. ശ്രീയുടെ മുഖം അതിനേക്കാളേറെ ചുവന്നു വന്നിരുന്നു. അവളുടെ മുഖം അവന് ഒന്ന് കാണാൻ തോന്നി. പക്ഷേ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അങ്ങനെ തന്നെ അമർത്തി വെച്ചാണ് അവൾ നിൽക്കുന്നത്. പാർവതി. അവളുടെ ചെവി അരികിൽ അവൻ്റെ നിശ്വാസം. അവൻ്റെ കൈകൾ അവളുടെ മുട്ടുകൈയിൽ നിന്ന് മുകളിലേക്ക് അരിച്ചു കയറി. അവളുടെ ദേഹമാകെ കുളിർന്നു കയറി. അവൻ്റെ ശബ്ദം, സ്പർശനം എല്ലാം അവളെ മറ്റേതോ ലോകത്തേക്ക് കൊണ്ടുപോകും പോലെ തോന്നി അവൾക്ക്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുപോലെ ഒരു ഫീല്. പാർവതി. പ്രണയപൂർവ്വമുള്ള അവൻ്റെ വിളി. അവൾക്ക് വിളി കേൾക്കാതിരിക്കാൻ തോന്നിയില്ല. അവൾ അറിയാതെ തന്നെ ഒന്ന് മൂളി വിളി കേട്ടു. കണ്ണൻ അവളെ തന്നിലേക്ക് വീണ്ടും ഒന്ന് ചേർത്ത് പിടിച്ചു. എന്നിട്ടും അവൾക്ക് അവനെ മുഖമുയർത്തിയൊന്നും നോക്കാനായില്ല. അവനെ നോക്കാനുള്ള നാണം, വെപ്രാളം, അതിനേക്കാൾ ഉപരി അവനോടുള്ള പ്രണയം എല്ലാം അവളിൽ അങ്ങനെ തിങ്ങി നിറഞ്ഞു വന്നു. അവളുടെ തോളിലൂടെ മുന്നിലേക്ക് വീണ് കിടക്കുന്ന മുടി അവൻ പിന്നിലേക്ക് ഒതുക്കി വെച്ചു. അതിലൂടെ കണ്ട അവളുടെ ചെവിയിലേക്ക് അവനൊന്നൂതി. ശ്രീയാകെ കുളിർന്നു പോയി. അവൾ കഴുത്തൊന്ന് വെട്ടിച്ചു. എന്നെ നോക്ക് പാർവതി. അവൻ്റെ നിശ്വാസം കലർന്ന ശബ്ദം അവളുടെ ചെവിയുടെ അരികിൽ വന്നു പതിച്ചു. കഴുത്തൊന്ന് വെട്ടിച്ചുകൊണ്ട് അവൾ പതിയെ അവനെ മുഖമുയർത്തി നോക്കി. അവളുടെ മുഖമാകെ ചുവന്നിരുന്നു. കണ്ണുകളിൽ അവനോടുള്ള പ്രണയം നിറഞ്ഞു നിന്നു. കണ്ണന് അവളെ ഒന്നാകെ വാരിപ്പുണർന്ന് അങ്ങനെ നിൽക്കാൻ തോന്നി. അവളെ ചുംബിക്കാൻ തോന്നി. അങ്ങനെ അവളെ എന്തൊക്കെയോ ചെയ്യാൻ അവൻ്റെ ഉള്ളം വെമ്പി. ദീർഘചുംബനത്തിൻ്റെ അവശേഷിപ്പെന്ന പോലെ അവളുടെ ചുണ്ടുകൾ ചോര തൊട്ടെടുക്കാൻ പാകത്തിന് ചുവന്നിരുന്നു. അവൻ പോലും അറിയാതെ അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ കൈ വന്നു ചേർന്നു. അവളുടെ ചോര ചുണ്ടുകളെ അവനൊന്ന് മൃദുലമായി തലോടി. അവൾ അനങ്ങിയില്ല. അങ്ങനെ തന്നെ നിന്നു. കണ്ണൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലേക്ക് നീണ്ടു.
അവളെ എടുത്തുയർത്തി അങ്ങനെ തന്നെ കട്ടിലിലേക്ക് കിടത്തി. അവൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് അറിയുന്നതിനായി അവൾ അവനെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ അവളുടെ അരികിലായി വന്ന് കിടന്നു. സ്ത്രീ കണ്ണടച്ചു കളഞ്ഞു. അവൻ്റെ അടുത്ത നീക്കം എന്താകും എന്ന് നിശ്ചയമില്ല. അതെന്താണെങ്കിലും അത് സ്വീകരിക്കാൻ എന്നതുപോലെയായിരുന്നു അവൾ കണ്ണുകൾ അടച്ചു കിടന്നത്. അവൻ തന്നെ വയറിലൂടെ ചുറ്റിപ്പിടിക്കുന്നതും അവൻ്റെ മുഖം തൻ്റെ കഴുത്തിലേക്ക് വന്ന് അമരുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു. പാർവതി. അവൻ്റെ കനത്ത നിശ്വാസം കലർന്ന ശബ്ദം അവളുടെ ചെവിയരികിൽ വന്നു പതിച്ചു. വിളി കേൾക്കുവാൻ അവൾക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. പതിയെ അവളൊന്ന് മൂളി. എനിക്കെന്തോ പറ്റുന്നില്ല. സ്വന്തമാക്കാൻ തോന്നുകയാണ്. ഇനിയും കാത്തിരിക്കാൻ പറ്റാത്തതുപോലെ. അവൻ്റെ ശബ്ദമാകെ പതറിപ്പോകുന്നുണ്ടായിരുന്നു. അതിൽ അവളിൽ നിന്ന് എന്തൊക്കെയോ ആഗ്രഹിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. അവനോട് എന്ത് തിരികെ പറയണമെന്നറിയില്ല. സമ്മതമാണ്, പൂർണ്ണ സമ്മതം. ഈ നിമിഷമല്ല, ഏത് നിമിഷമായാലും അവനിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് അവൾക്കുള്ളത്. പക്ഷേ അത് അവനോട് തുറന്നു പറയാൻ അവളിലെ നാണമോ വെപ്രാളമോ എന്തോ അവളെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ തൻ്റെ പ്രണയം പൂർണ്ണമായി ഏറ്റുവാങ്ങാൻ അവൾ ഒരുക്കമാണ് എന്നവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി ചോദിക്കുന്നില്ല, സ്വന്തമാക്കുവാണ്. വീണ്ടും അവൻ്റെ നിശ്വാസം കലർന്ന ശബ്ദം അവളുടെ ചെവിയിൽ വന്നു പതിച്ചു. അവളൊന്നും മിണ്ടിയില്ല. താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിമിഷമാണിത് എന്ന് തന്നേക്കാൾ കൂടുതൽ അവനറിയാമെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളൊന്നും മിണ്ടിയില്ല. അവളെ സ്വന്തമാക്കുന്നതിന് മുൻപ് തൻ്റെ ജീവിതത്തിലെ എല്ലാ മറയും അവളോട് തുറന്നു പറഞ്ഞ് പ്രണയം അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും സ്വന്തമാക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇപ്പോൾ തന്നെ അവളിലേക്ക് ചേരാൻ അവൻ്റെ മനസ്സ് അത്രയും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അവളും അത് ആഗ്രഹിക്കുന്നുണ്ടെന്നറിഞ്ഞതും അവനെതിരൊന്നും തോന്നിയില്ല. പക്ഷേ എന്തോ ഒന്ന് അവനെ വീണ്ടും പിന്നിലേക്ക് വലിച്ചു. പണ്ട് ജീവിതത്തിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം പറയാതെ അവളെ സ്വന്തമാക്കുന്നത് ശരിയാണോ എന്ന് മനസ്സിലിരുന്ന് ആരോ ചോദിക്കുന്നത് പോലെ. തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവൾക്കറിയാനുള്ള അവകാശമില്ലേ എന്ന് വീണ്ടും വീണ്ടും ആരോ ചോദിക്കുന്നു. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. പാർവതി. അവൻ അവളിൽ നിന്ന് അല്പം നീങ്ങിക്കൊണ്ട് തല കൈയിൽ ചേർത്ത് കിടത്തുകൊണ്ട് അവളെ നോക്കി. ഒരു കൈ അപ്പോഴും അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. അവൻ വിളിക്കുന്നത് കേട്ടതും അവളും അവനെ നോക്കി. അതേസമയം തന്നെ അവൻ അവളുടെ കവിളിൽ കൈ ചേർത്ത് വെച്ച് നെറ്റിയിൽ പതിയെ ഒന്ന് ചുംബിച്ചു. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുമുണ്ട്. കണ്ണൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതല്ലെങ്കിലും മറ്റാരെക്കാളും കണ്ണനെ മനസ്സിലാക്കാൻ അവൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ആരെക്കാളും അവളെ മനസ്സിലാക്കാൻ കണ്ണനും കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നാളെ ഒരു ദിവസമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞിരിക്കും. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിനും ഒരു മറയും ഉണ്ടാകില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. അവൻ അവളുടെ കൈ പിടിച്ച് ഉറപ്പോടെ പറഞ്ഞു. അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവൾ പുഞ്ചിരിയോടെ അവനെ കേട്ടു. ഒടുവിൽ അവൻ്റെ നെറ്റിയിൽ ഒന്ന് നേർമയായി ചുംബിച്ചു. അവളെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ നേർമയായി മുത്തങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ആ ചുംബന ചൂടിൽ അവൾ സമാധാനമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം കണ്ണൻ എഴുന്നേൽക്കാൻ അല്പം വൈകിപ്പോയിരുന്നു. അവൻ നോക്കുമ്പോൾ സ്ത്രീ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അവൻ്റെ അടുത്ത് കിടക്കുന്നില്ല. അവൻ കുളിച്ച് പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നേരെ താഴേക്കിറങ്ങി ചെന്നു. താഴേക്ക് പോകുമ്പോൾ ഇന്നലത്തേതിൻ്റെ ബാക്കി എന്നതുപോലെ അമ്മ എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കില്ല എന്നവന് ഉറപ്പായിരുന്നു. പാർവതിയുടെ താഴേക്കിറങ്ങി ചെന്ന് അടുക്കളയിലേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് അവൻ അമ്മയോടായി ചോദിച്ചു. ഓ, പാതിരാക്കോഴി എഴുന്നേറ്റോ? മോള് ദേവൂട്ടിയെയും കൂട്ടിയൊന്ന് അമ്പലത്തിലേക്ക് പോയിരിക്കുവാണ്. അതെന്താ എന്നോട് പറയാതെ പോയത്? നീ വിളിച്ചിട്ട് എഴുന്നേറ്റില്ലെന്നാണ് മോള് പറഞ്ഞത്. അതെങ്ങനെയാണ്? പാതിരാത്രി കിടന്നാൽ പിന്നെ എങ്ങനെയാണ് രാവിലെ എഴുന്നേൽക്കുന്നത്? അമ്മ അവനെ ഒന്ന് കുത്തി. ഹോ, അമ്മയുടെ പരിഭവം ഇനിയും തീർന്നില്ലെന്ന് തോന്നുന്നു. അവൻ അടുക്കളയിലേക്ക് കയറി വന്ന് സ്ലാബിലേക്ക് ഇരുന്നു കൊണ്ട് അമ്മയുടെ കവിളിൽ ഒന്ന് കുത്തി. അമ്മ അവനെ ഒന്ന് കപടദേഷ്യത്തിൽ നോക്കി. ഇന്നെന്തെങ്കിലും വിശേഷമുണ്ടോ? എന്തു വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. അവധി ദിവസം ആയതുകൊണ്ട് രണ്ടുപേരും കൂടി വെറുതെ അമ്പലത്തിലേക്ക് പോയതാണ്. അതിന് കണ്ണനൊന്ന് അമർത്തി മൂളി. സാധാരണ ദേവു അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലേക്കൊന്നും പോകാത്ത ഒരാളാണ്. എന്നിട്ടിപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് വെറുതെ ഒരു കാര്യമില്ലാതെ അമ്പലത്തിൽ പോയി എന്ന് പറയുന്നത് അവന് വിശ്വസിക്കാൻ അല്പം പാടായിരുന്നു. കണ്ണൻ പത്രം വായിക്കാനായി വരാന്തയിലേക്ക് ഇറങ്ങിയപ്പോൾ ദേവുവും ശ്രീയും കൂടി അമ്പലത്തിൽ നിന്ന് തിരികെ നടന്നു വരുന്നുണ്ട്. രണ്ടുപേരും കാര്യമായി എന്തൊക്കെയോ ചർച്ച ചെയ്തുകൊണ്ടാണ് വരുന്നത്. രണ്ടുപേരും കൂടി എവിടെ പോയതാണ്? അല്പം ഗൗരവത്തിലാണ് കണ്ണൻ ചോദിച്ചത്. അമ്പലത്തിൽ പോയത്.
പാർവതി അമ്പലത്തിൽ പോയതാണെന്ന് ഞാൻ സമ്മതിച്ചു തരാം. പക്ഷേ എൻ്റെ അനിയത്തി അങ്ങനെ അമ്പലത്തിൽ പോകാത്തൊരാളാണല്ലോ. കണ്ണൻ സംശയത്തോടെ ചോദിച്ചു. അതെന്താ, എനിക്ക് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകാൻ പാടില്ലെന്നുണ്ടോ? ദേവു വിട്ടുകൊടുത്തില്ല. പക്ഷേ കണ്ണൻ അതിന് അവളെ ഒന്ന് അല്പം ദേഷ്യത്തിലും ഗൗരവത്തോടെയും നോക്കി. ദേവു അവനെ നോക്കി ഒന്ന് പുച്ഛിച്ച് കാണിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. രണ്ടുപേരും അമ്പലത്തിലേക്ക് തന്നെയാണോ പോയത്? ദേവു അകത്തേക്ക് കയറിപ്പോയതും കണ്ണൻ സംശയത്തോടെ പാർവതിയോട് വീണ്ടും ചോദിച്ചു. അതെ കണ്ണേട്ടാ, ഇന്ന് ദേവൂട്ടിയുടെ നാളാണല്ലോ. അപ്പോൾ ഞാൻ അവളെ കൂടെ വെറുതെ കൂട്ടിക്കൊണ്ടു പോയതാണ്, ശ്രീ വേഗം പറഞ്ഞു. അതിന് കണ്ണൻ ഒന്ന് തലയാട്ടിക്കൊണ്ട് പത്രത്തിലേക്ക് നോക്കിയിരുന്നു. ശ്രീ പ്രസാദം അടങ്ങുന്ന ഇലച്ചീന്ത് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചുകൊണ്ട് നേരെ ദേവൂട്ടിയുടെ മുറിയിലേക്ക് നടന്നു. ദേവൂട്ടി, നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ശരിക്കും ഇന്ന് പറയാൻ പോവുകയാണോ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നൊരു മാറിപ്പോകില്ല. എന്തായാലും എങ്ങനെയെങ്കിലും ഞാൻ ഇന്ന് കിച്ചുവേട്ടനെ എൻ്റെ സ്നേഹം അറിയിച്ചിരിക്കും, അവൾ ഉറപ്പോടെ പറഞ്ഞു. ശ്രീ നെഞ്ചിൽ കൈവച്ച് ഒന്ന് തടവി. ഇനി എന്താണ് ഇതിൻ്റെ വരുംവരാഴികകൾ എന്നൊന്നും അറിയില്ല. പക്ഷേ അവൾ ഇങ്ങനെ ആരോടും പറയാതെ, അവനെപ്പോലും അറിയിക്കാതെ ഇത്രയും നാൾ ഇങ്ങനെ അവനെ സ്നേഹിച്ചു നടന്നതുകൊണ്ട് എന്ത് കാര്യം ഉണ്ടാകാനാണ്? എപ്പോഴോ പ്രണയിച്ച് നടന്ന് ആ പെൺകുട്ടി മരിച്ചുപോയി എന്ന പേരിൽ ഇത്രയും വർഷം വെറുതെ ആവശ്യമില്ലാതെ വിഷമിച്ചു കളയാൻ മാത്രമുള്ളതാണോ ജീവിതം? അങ്ങനെ ഓർത്തപ്പോൾ കിച്ചുവിനോട് ഇവളുടെ പ്രണയം തുറന്നു പറയട്ടെ എന്ന് കരുതി. അങ്ങനെ ശ്രീകുട്ടിയും ഹിമയും ചേർന്നാണ് അവളെ പറഞ്ഞു മനസ്സിലാക്കി അവനോട് അവളുടെ ഇഷ്ടം തുറന്നു പറയാൻ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ അവൾ അങ്ങനെ ഒരു ഇഷ്ടം തുറന്നു പറയാൻ ഒരുങ്ങുമ്പോൾ അതിൻ്റെ വരും വരാഴികകൾ എന്തായിരിക്കും, കിച്ചു അതിന് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ ഓർത്തിട്ട് ശ്രീക്ക് ഒരു സമാധാനം കിട്ടുന്നില്ലായിരുന്നു എന്നതാണ് സത്യം. പക്ഷേ താനും ഹിമയും ചേർന്ന് നൽകിയ വിശ്വാസത്തിൽ അവൾ ഉറച്ചു നിൽക്കുകയാണ്. ആദ്യമൊക്കെ കിച്ചുവിനോട് ഇഷ്ടം തുറന്നു പറയാൻ പറയുമ്പോൾ ദേവുവിന് പേടിയാണ് എന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്കാണൊരു ഭയം. ദേവു വളരെ സ്ട്രോങ്ങുമാണ്. അവൾ കിച്ചുവിനോട് ഇങ്ങനെയൊരു കാര്യം പറയാൻ പോവുകയാണ് എന്ന കാര്യം ഓർത്ത് ശ്രീക്ക് ടെൻഷനുണ്ട്. എങ്കിലും അവളത് മുഖത്ത് പ്രകടിപ്പിച്ചില്ല. മാത്രമല്ല, ഇത് ഇത്രയും നാളായിട്ടും കണ്ണനോട് പറഞ്ഞിട്ടില്ല എന്നൊരു ടെൻഷനും കൂടി അവൾക്കുണ്ട്. ദേവു ആണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ അമ്പലത്തിൽ പോയി വന്നിട്ട് വേഷം മാറുന്ന തിരക്കിലാണ്. കുറച്ചു കഴിഞ്ഞതും മുറിയുടെ വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടു. ആരാണെന്നറിയാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എടി, ഞാനാണ്, വാതിൽ തുറക്ക്. പുറത്തുനിന്ന് ഹിമയുടെ ശബ്ദം. ദേവു വേഗം പോയി വാതിൽ തുറന്നു. ഹിമ കയറിയതും അവൾ വീണ്ടും വാതിലടച്ചു. ഹാ, എന്തായി കാര്യങ്ങൾ? ഹിമ വന്ന് ശ്രീയുടെ അടുത്ത് കട്ടിലിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. എന്താവാനാണ് മോളെ? ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് നല്ല കാര്യം ചെയ്യുന്നതിന് മുൻപ് അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി ഇതാ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അതിനിടയിലാണെങ്കിൽ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ നേരെ വന്ന് പെട്ടത് കണ്ണേട്ടൻ്റെ മുന്നിലാണ്. അവധി ദിവസങ്ങളിൽ പോലും രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോവാത്ത ഇവള് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി വന്നത് കണ്ണേട്ടൻ അത്ര വിശ്വാസമായിട്ടൊന്നുമില്ല. എന്നോട് 2 തവണ ചോദിച്ചു അമ്പലത്തിൽ തന്നെയാണോ പോയതെന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ? ഇന്ന് ഇവളുടെ നാളാണ്, അതുകൊണ്ടാണ് അമ്പലത്തിൽ പോയതെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. അവളുടെ ഒരു അമ്പലത്തിൽ പോക്ക്, ഇതൊന്നും വേണ്ടാതെ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ നിനക്കെൻ്റെ ദേവു? അതൊന്നും പറ്റില്ല മോളെ. നല്ല കാര്യങ്ങൾക്ക് മുൻപ് എന്തായാലും നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയിരിക്കണം. ദേവു വളരെ പോസിറ്റീവായിട്ടാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേവു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവളേക്കാൾ കൂടുതൽ ടെൻഷനുള്ളത് സ്ത്രീക്കാണ്. അപ്പോൾ കോളേജിൽ പോയി തിരിച്ചു വരുന്ന വഴി നമ്മൾ കിച്ചുവേടനെ വിളിച്ചു വരുത്തുന്നു. നീ പുള്ളിയോട് ഇഷ്ടമാണെന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ഹിമ ചോദിച്ചു. ദേവു ഡബിൾ ഓക്കെ എന്ന രീതിയിൽ 2 കൈ കൊണ്ട് തംസപ്പൊക്കെ കാണിക്കുന്നുണ്ട്. അവളുടെ ഓവർ കോൺഫിഡൻസ് കണ്ട് ശ്രീയുടെ ഉള്ള കോൺഫിഡൻസ് കൂടി പോവുകയാണ് ചെയ്തത്. 3 പേരും കൂടി ഒരുമിച്ച് ബസ്സിലാണ് പോയത്. കണ്ണനെ തിരക്കുള്ളതുകൊണ്ട് കോളേജിലേക്ക് ആക്കി തരാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് 3ഉം ബസ്സിന് കയറിപ്പോയത്. ഈയടുത്താണ് കിച്ചുവിൻ്റെ കാര്യം ദേവു ഹിമയോടും ആദിയോടും പറയുന്നത്. 2 പേരും ഇത്ര നാളായിട്ടും ഇങ്ങനെ ഒരു കാര്യം തങ്ങളോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ചെറിയ പിണക്കം കാണിച്ചുവെങ്കിലും അത് മാറിപ്പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലാസ്സിലേക്ക് വന്നപ്പോഴും 4 പേരുടെയും ചർച്ച ഇതുതന്നെയായിരുന്നു. കുറച്ചു സമയം സംസാരിച്ചിരുന്നപ്പോൾ ആദിയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു വ്യത്യാസം, എന്തോ ഒളിപ്പിക്കാൻ പാടുപെടുന്നത് പോലെ. അവൻ്റെ മുഖത്ത് ഒരു കള്ളത്തരം. നിനക്കെന്താടാ ആകെ ഒരു കള്ളത്തരം? ഒടുക്കം ഹിമ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കോ? എനിക്കെന്ത് കള്ളത്തരം? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ആ, നിനക്ക് തന്നെയാണ് കള്ളത്തരം. നിന്റെ നോട്ടം ഇങ്ങോട്ടല്ലല്ലോ, വേറെ എവിടേക്കോ പോകുന്നുണ്ട്. സത്യം പറയടാ, നീ ആരെയാണ് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഹിമ നിമിഷ നേരം കൊണ്ട് CBI ആയി. ആദ്യം അവളെ നോക്കി വളിച്ചു ചിരിച്ചിരിച്ചു. എന്താടാ ഒരു ഇളി നിനക്ക്?
അവന്റെ ചമ്മിയെ പോലുള്ള ചിരി കണ്ട് ദേവുവും അവനോട് ചോദിച്ചു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ ബൈ.